കേരളത്തിൽ ബി.ജെ.പി. വളരെ താല്പര്യത്തോടെ നോക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. വടക്കൻ കേരളത്തിൽ പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ മഞ്ചേശ്വരത്താണ് ബി.ജെ.പിക്ക് വിജയ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ബി.ജെ.പി. അല്പമൊക്കെ ജയസാധ്യതയുള്ള രണ്ടാം സ്ഥാനത്തെങ്കിലും വരുമെന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. ബി.ജെ.പിയുടെ ശ്രദ്ധേയനായ യുവതാരം കോഴിക്കോട്ടെ കോർപ്പറേഷൻ കൗൺസിലർ 2 തവണ CPM കോട്ടകളിൽ കടന്നു കയറി പുതിയ വാർഡുകളിൽ പോയി ജയിച്ചു വന്ന ടി റനീഷാണ് രണ്ടാം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. കോഴിക്കോട് സൗത്തിലെ ബി.ജെ.പിയുടെ ജയ സാധ്യതകളെ കുറിച്ച്, രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ച്, അല്ലെങ്കിൽ ഇലക്ഷന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് നെല്ലിൻ കൃപാകരൻ, മാധ്യമ പ്രവർത്തകനായ നെല്ലിൻ കൃപാകരൻ. എന്താണ് കോഴിക്കോട് സൗത്തിലെ സ്ഥിതി? എന്താണ് കോഴിക്കോട് സൗത്ത് ഇത്തവണ ബി.ജെ.പിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. ബി.ജെ.പി. ക്യാമ്പിലൊക്കെ ചിലപ്പോൾ ഒരു അട്ടിമറി സംഭവിക്കാന്നുള്ള രീതിയിലുള്ള വർത്താനൊക്കെ ഉണ്ട്. കാരണം വേറെ ഒന്നല്ല, റനീഷാണ് സ്ഥാനാർത്ഥി. റനീഷിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണല്ലോ. പുതിയറയിൽ നിന്നു, പുതിയറയിൽ വലിയ വിജയം നേടി. CPM-ന്റെ ബാസ്റ്റ്യൻസിൽ ബി.ജെ.പി. മൂന്നാമത് നിൽക്കുന്ന വാർഡുകളിലൊക്കെ നിന്നിട്ട് ജയിക്കുക. പറയാ റനീഷ് ഒരു സൈക്കോ ആണ്, CPM എവിടെ നിൽക്കുന്നുണ്ട് അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് റനീഷിന്റെ ലക്ഷ്യം എന്നൊക്കെയാണ് പൊതുവെ യൂത്തിന്റെ ഇടയിലൊക്കെ ഉള്ളൊരു ടോക്ക്. എന്തായാലും നല്ല രീതിയിൽ വോട്ട് പിടിക്കും. കഴിഞ്ഞ തവണ നവ്യ ഹരിദാസ് 25,000-അടുത്ത് വോട്ട് പിടിച്ചിട്ടുണ്ട് കോഴിക്കോട് സൗത്തില്. 91% വോട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 6 വാർഡ്, ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 വാർഡ്, മൊത്തം 13 വാർഡ് കോഴിക്കോട് കോർപ്പറേഷനിൽ ബി.ജെ.പി. പിടിച്ചാൽ 6 വാർഡ് ഈ കോഴിക്കോട് സൗത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു വലിയ മുന്നേറ്റം, ഒരു കുതിച്ചുചാട്ടം തന്നെ വോട്ടിന്റെ കാര്യത്തിൽ ഉണ്ടാവും. കാരണം റനീഷ് ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് ആണ് അവിടെ നടത്തുന്നത്. ജനകീയ ഇടപെടലുകൾ ഒരുപാട് നടത്തുന്ന ഒരു കൗൺസിലറാണ്, എപ്പോഴും വിസിബിൾ ആണ്. അതുകൂടാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജാതി മത ആ ഒരു താല്പര്യങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഇടപെടുന്ന ഒരു കൗൺസിലറാണ്. അപ്പൊ റനീഷിന് ഒരു ഇമേജ് ഉണ്ട്, ഒരു യൂത്ത് പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നല്ല പ്രസൻസ് ഉണ്ട്, ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള രീതിയിൽ ഉള്ള ഇമേജ് ഒക്കെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പം റനീഷിൽ നിന്ന് ഇത്തവണ ഒരു വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ബി.ജെ.പി. ജയിക്കാമെങ്കിൽ എന്തുകൊണ്ട് മണ്ഡലം പിടിച്ചുകൂടാ എന്നുള്ളത്. അതെ അതെ അതെ, റനീഷിന് ആ ഒരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. ബി.ജെ.പിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലല്ലേ? അതെ അതെ, നല്ല സ്വാധീനമുണ്ട്. അത് മാത്രമല്ല, ഭാവിയിൽ ബി.ജെ.പിക്ക് ഒരു വിജയസാധ്യതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന 2 മണ്ഡലങ്ങളാണ് കോഴിക്കോട് നോർത്തും സൗത്തും. അപ്പൊ അതിൽ സൗത്തിലും നല്ലൊരു സാധ്യത. കഴിഞ്ഞ തവണ നവ്യ ഹരിദാസ് ആണ് സൗത്തിൽ നിന്നിരുന്നത്. ഇത്തവണ എനിക്ക് തോന്നുന്നു നവ്യ ഹരിദാസ് നോർത്തിലാണ്. അവര് ഓൾറെഡി പാർലമെന്റ് പ്രിയങ്കയ്ക്കെതിരെ മത്സരിച്ചൊക്കെ നല്ല ഫെയിം ആയതാണ്. പക്ഷെ ഇപ്പൊ അവരുടെ സ്വന്തം മണ്ഡലമാണെന്ന് തോന്നുന്നു. അതെ അതെ, കാരപ്പറമ്പൊക്കെ നോർത്തിലാണ്. എനിക്ക് തോന്നുന്നു പിന്നെ മുനീറിന് സൗത്തിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഓൾറെഡി ചാനലുകൾക്കൊക്കെ അഭിമുഖം നൽകി താല്പര്യമുണ്ട്, ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല, ഇലക്ഷൻ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ സീറ്റ് കൊടുത്തില്ല. അവസാനം പൈസയൊക്കെ കൊടുത്ത് സഹായിച്ച്, കടമൊക്കെ വീട്ടാൻ സഹായിച്ചു. അതെ അതെ അതെ. അല്ല, അദ്ദേഹം എനിക്ക് തോന്നുന്നു പിന്നെ അന്ന് കൊടുവള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി പോയതാണ്. കാരണം അദ്ദേഹത്തിന്റെ സൗത്തിലെ MLA ആയിരുന്നല്ലോ അദ്ദേഹം. അങ്ങനെയാണല്ലോ അവിടെ മന്ത്രിയാവുന്നത്. മുനീർ നിൽക്കുകയാണെങ്കിൽ നല്ല വിജയ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ മുനീറിനോട് ഒരു താല്പര്യം പൊതുവെ ഇപ്പൊ ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അത് ഒരു നല്ല പൊളിറ്റീഷ്യനാണ്, മുസ്ലിം ലീഗിൽ ഒരു ഡിഫറെന്റ് പൊളിറ്റീഷ്യനാണെന്നുള്ള ഒരു ഇമേജ് ഉണ്ട്. അത് തന്നെയായിരിക്കും അദ്ദേഹത്തിന്. കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ ഒന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള ആരോപണമൊക്കെ INL ഒക്കെ ഓൾറെഡി അത് ഉന്നയിച്ചിട്ടുണ്ട്. ഫാത്തിമ തഹലിയ, ഫൈസൽ ബാബു, ഇവർക്കൊക്കെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമുണ്ട്. ഇവരെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനികളാണെന്നുള്ള ഒരു പ്രചാരണം വളരെ ശക്തമായിട്ട് ലീഗ് ക്യാമ്പിൽ തന്നെയുണ്ട്. ഇപ്പൊ ലീഗിന്റെ അകത്തേക്ക് ഇങ്ങനെ ജമാഅത്ത് ഇങ്ങനെ പിടിച്ചു കയറിയിരിക്കുകയാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു മീഡിയ 1 ചാനലിലൂടെ തന്നെ അവർ അജണ്ട സെറ്റ് ചെയ്യുക, മുസ്ലിങ്ങളെ തന്നെ ഏതാണ്ട് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിലും അവരുടെ ചിന്താഗതിയിലേക്ക് ഒരു ഗ്ലോബൽ പൗരന്മാരാക്കി, ആഗോള മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആ ഒരു തിയോളജി, ഐഡിയോളജി, ആ സംഭവം വലിയ രീതിയിൽ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു ശക്തി എന്ന് പറയുമ്പോൾ അത്ര ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. അതാണ് സംഭവം. അതേപോലെ അഹമ്മദ് ദേവർകോവിലും അത്യാവശ്യം തീവ്രവാദ ബന്ധമൊക്കെ ഉള്ള ആളാണെന്നുള്ള ആരോപണം ഇടതുപക്ഷത്താണ് നിൽക്കുന്നതെങ്കിലും INL ആണല്ലോ. വീര്യം പോരാ, മുസ്ലിം ലീഗിന് വീര്യം പോരാ എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഉണ്ടാക്കിയ ടീമുകളാണല്ലോ. അപ്പൊ നമുക്ക് അറിയാലോ അവരുടെ വീര്യം അധികമായതുകൊണ്ടായിരിക്കും PMS തിരിച്ച് ലീഗിലേക്ക് രണ്ടാം മണ്ഡലത്തിൽ ജയിച്ച ആളാണ്, സൗത്ത് ജയിച്ച ആളാണ്. റനീഷിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒന്ന്, കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഉണ്ടാക്കിയത്. തിരുവനന്തപുരം കഴിഞ്ഞാൽ, കൊല്ലമൊക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊല്ലത്തിനൊപ്പം തന്നെ നിൽക്കുന്ന വലിയൊരു ചേഞ്ചാണ്. 13 വാർഡുകളിലാണ് ബി.ജെ.പി. ജയിച്ചത്. അതും കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത്. CPM വോട്ട് വളരെ നിർണായകമായിട്ടുള്ള, മുസ്ലിം ജനസംഖ്യ വളരെ ശക്തമായിട്ടുള്ള, മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലത്താണ് ബി.ജെ.പി. 13 വാർഡുകൾ ജയിച്ച. 16 വാർഡുകളിൽ 2ാം സ്ഥാനത്ത് വരാൻ ബി.ജെ.പി. കഴിഞ്ഞു. വേണമെങ്കിൽ ബി.ജെ.പി. കോർപ്പറേഷൻ വരെ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. 76-ൽ 38 കിട്ടിയാ പോരെ? അതെ, മതി. ഇപ്പം ജയിച്ച എനിക്ക് തോന്നുന്നു ഇവർക്ക് 34 സീറ്റേ മറ്റേ ഉള്ളൂ. അതെ അതെ,
LDF അല്ലെ? LDF LDF 34 കഷ്ടിച്ച് ഭൂരിപക്ഷം ഇല്ല, കഴിഞ്ഞ തവണ 54 മറ്റോ ഉണ്ടായിരുന്നു. താഴോട്ട് പോയിരിക്കുകയാണ്. CPM വോട്ട് നല്ലൊരു ശതമാനം BJPയിലേക്ക് പോകുന്ന ഒരു പ്രവണത ഇപ്പൊ കോഴിക്കോട് കാണുന്നുണ്ട്. അതിപ്പോ ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോവുകയാണ് BJP അല്പം കൂടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അവിടെ കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇത്തവണ BJPയെ സംബന്ധിച്ച് ഇപ്പൊ കോഴിക്കോട് നോർത്ത് ആണെങ്കിലും സൗത്ത് ആണെങ്കിലും നല്ല 2 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഭാവിയിൽ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ലോക്കലി നല്ല കൺസെപ്റ്റ് ഉള്ള ആ രീതിയിൽ പിന്തുണയുള്ള 2 സ്ഥാനാർത്ഥികളാണ്. അതൊരു അസറ്റ് ആയിരിക്കും, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. റെനീഷ് ഇപ്പം തന്നെ ഒരു 2ാം സ്ഥാനത്തൊക്കെ വരും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാമ്പയിനിങ്ങിൽ വളരെ മുന്നിലാണ്. ഈ ഫൈസൽ ബാബു മിക്കവാറും 3ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ ലീഗ് ക്യാമ്പിൽ ഉൾപ്പെടെയുണ്ട്. അഹമ്മദ് കോവിലും റെനീഷും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നു. ഒരു 10,000 വോട്ട് അല്ലെങ്കിൽ ഒരു 15,000 വോട്ട് അഡീഷണൽ ആയിട്ട് റെനീഷ് പിടിക്കുകയാണെങ്കിൽ സിറ്റുവേഷൻ മൊത്തം അവിടെ മാറും. അത് ഈ 2ാം മണ്ഡലത്തിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ BJP ക്രമമായിട്ട് 2 മുന്നണികളുടെയും വോട്ട് പിടിച്ചു പറ്റുന്നതാണ് കണ്ടത്. കാരണം 2 മുന്നണികളുടെയും പെർസെന്റേജ് ഓഫ് വോട്ട്സ് കുറയുന്നു, BJPയുടെ പെർസെന്റേജ് കൂടുന്നു എന്നുള്ള സ്ഥിതിയാണ് നമുക്ക് കറക്റ്റ് കോഴിക്കോട്. അത് കറക്റ്റ് അത് കോഴിക്കോട് ശരിക്കും ഒരു പോളറൈസേഷൻ, കൗണ്ടർ പോളറൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ല. ഇപ്പൊ ഇത്തരം സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമി, STPI, PDP ഇവരെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് 2 മുന്നണികളും തുടരുന്നത്. അതിങ്ങനെ മാറി മാറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരു വികാരം പൊതുവെ അവിടുത്തെ ഹൈന്ദവ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഹൈന്ദവ മേഖലകളിലുണ്ട്. അല്ല, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയാണ് എല്ലാ പാർട്ടികളും. അപ്പൊ PM അബൂബക്കർ 67 മുതൽ അവിടെ മത്സരിച്ച് വരുന്നതാണ്. അത് കഴിഞ്ഞ് അത് CPM-ലെത്തുമ്പോൾ CP കുഞ്ഞാവുന്നു. പിന്നെ CPM മത്സരിക്കുന്ന മുസാഫിർ അഹമ്മദിനെയാണ് മത്സരിപ്പിക്കുന്നത്. പിന്നെ എളമരം കരീം അവിടെ നിന്ന് ജയിക്കുന്നു അല്ലെ. ഇപ്പൊ മുനീർ മത്സരിക്കുന്നു. പിന്നെ മതേതരത്വം പറയും, പക്ഷേ സ്ഥാനാർത്ഥി വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ അവർ ചെയ്യും. അതിപ്പോ മീഡിയ വണ്ണില് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് മഞ്ചേശ്വരത്ത് എന്തിനാണ് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിൽക്കുന്നത്? അവരാകെ വെറും 10,000 വോട്ടേ ക്രിസ്ത്യാനികൾക്ക് മഞ്ചേശ്വരത്തുള്ളൂ. ഇനി എന്തിനാണ് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ഈ മീഡിയ വൺ ഉൾപ്പെടെയുള്ള നമ്മുടെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ, ജെയിംസ് എന്ന് പറഞ്ഞാൽ മീഡിയ വൺ അല്ലല്ലോ, അദ്ദേഹം അതിനു മുമ്പ് ഇപ്പോഴല്ലേ മീഡിയ വണ്ണിൽ എത്തിയത്, മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ ജോലി ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ രീതിയിലുള്ള വർഗീയത എന്ന് പറയുന്നത് പരസ്യമായി തന്നെ പറയാം. എന്നിട്ട് പറയും മതേതരത്വമാണ്, ഞങ്ങൾ എതിരിടുന്നത് BJPയാണ്, BJPയുടെ വർഗീയതയെ നേരിടുകയാണെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഹിന്ദു ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾക്കിടയിൽ അത്തരം ഒരു ചിന്ത വന്നിട്ടുണ്ട്. അതായത് ഒരു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ കുറെ ആളുകൾ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു. വെറും വോട്ട് ചെയ്യേണ്ട ആളുകൾ മാത്രമായിട്ട് തങ്ങൾ മാറിയിരിക്കുന്നു അല്ല മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സംഭവം. അതിന്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും, സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്തിലാണെങ്കിൽ സൗത്തിലാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ സാധ്യത. അത് മാത്രമല്ല CPM-നോട് വലിയ തോതിലുള്ള ഒരു CPM അണികൾക്കിടയിൽ അണികൾ എന്ന് പറയാൻ കാഡർ, അതായത് അവര് പലരും ഞാൻ സംസാരിച്ചപ്പോ പലരും പറയുന്നത് CPM ഒന്ന് തോറ്റാലേ പാർട്ടി രക്ഷപ്പെടും. അതായത് പാർട്ടി നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയുള്ള അടിയുറച്ച പാർട്ടിക്കാർ തന്നെ പാർട്ടി തോൽക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവരത് പരസ്യമായിട്ട് പറയില്ല, പക്ഷെ ഇലക്ഷൻ അത് പ്രകടിപ്പിക്കും. സച്ചിദാനന്ദൻ പറഞ്ഞത് കറക്റ്റ് ആണത്. സച്ചിദാനന്ദൻ ഉദ്ദേശിച്ച കാര്യം കറക്റ്റാണ്. അതേ ചിന്തയുള്ള ഒരുപാട് സാധാരണ സഖാക്കൾ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവരുടെ വോട്ട് BJP കിട്ടാനുള്ള സാധ്യത, കാരണം പാർട്ടിയായിട്ട് തെറ്റിപ്പോകുന്ന ആളുകളാണ് BJPക്ക് ചെയ്യുന്നത്. പാർട്ടി കറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപക്ഷെ കോൺഗ്രസിനായിരിക്കും ചെയ്യുക. കാരണം അവര് ആ വോട്ട് തിരിച്ചു വരും. തൽക്കാലം സേഫ് ആയിട്ട് ഒന്ന് തോൽപ്പിക്കണം എന്ന് BJP വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വോട്ട് കിട്ടില്ല എന്നുള്ളൊരു സംഭവം. ഇപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. കേരളത്തിലെ 2ാമത്തെ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്, അല്ലാതെ പ്രവൃത്തിയല്ല. 2ാമത്തേത് BJP ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ 1ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ പ്രാതിനിധ്യമുള്ള പാർട്ടി ക്ഷീണിച്ചാൽ മാത്രമേ ഉള്ളൂ 2ാമത്തെ പാർട്ടിക്ക് വളരാൻ പറ്റുള്ളൂ. ഇപ്പം കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ CPM-ന്റെ ബാസ്റ്റ്യൻസിലേക്ക് BJP കടന്നു കയറുന്നതാണ്. ആറ്റിങ്ങില് വി മുരളീധരൻ ഉണ്ടാക്കിയ മുന്നേറ്റം, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ മുന്നേറ്റം, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പലയിടങ്ങളിലും ഇപ്പൊ കോഴിക്കോടൊക്കെ ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കി, കൊല്ലത്ത് 12 വാർഡുകളിലൊക്കെ ജയിക്കുന്ന ഒരു സാഹചര്യം, പല സ്ഥലങ്ങളും 2ാമത് വരുന്നു. അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു CPM കാഡർമാരിൽ ഒരു BJP വിരോധം കുറഞ്ഞു വരികയാണ്. ഒരു പൊതുവെ ആഗോളതലത്തിലെ പല സംഭവവികാസങ്ങളും കേരളത്തിൽ നടക്കുന്ന പല സംഭവവികാസങ്ങളും അലട്ടുന്നുണ്ട് അവരെ. പക്ഷെ അവർക്കൊരു പാർട്ടിയുടെ ഒരു പരിവേഷം ഉള്ളത് കൊണ്ട് അവർക്ക് ഒരു പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു
ബി.ജെ.പിയുടെ ഒരു മമതയുടെ ആളുകൾ ഒരുപാട് കോൺഗ്രസിനകത്തും CPM-നകത്തും വളർന്നു വരുന്നു. പല ആളുകളും ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്നുള്ളൂ. കാരണം അവരുടെ ജീവിത സാഹചര്യം CPM-മായി കെട്ട് പിണഞ്ഞു നിൽക്കുന്ന ശൈലിയൊക്കെയാണ് അവർക്ക് ഉള്ളത്. പല കാര്യങ്ങൾ, ജോലി, മറ്റു കാര്യങ്ങൾ, കുടുംബശ്രീ, സഹകരണ ബാങ്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പക്ഷേ CPM-ൽ നിന്നും CPI-ൽ നിന്നും എത്ര പേരാണ് ഇപ്പം BJP-യിൽ എത്തിയിരിക്കുന്നത്? കാരണം MLA-മാരൊക്കെ രാജിവെച്ച് വരുന്നു എന്ന് പറയുന്നത്. അതും ഏറ്റവും വലിയ ഈ വന്ന MLA-മാർ 3 പേരും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ദളിത് പശ്ചാത്തല പിന്നാക്കം. രാജേന്ദ്രനാണെങ്കിലും അതേപോലെ തന്നെ സംവരണ മണ്ഡലത്തിലാണ് ആര് ജയിച്ചത്? നാട്ടികയിലെ CC മുകുന്ദൻ ജയിച്ചത്. പിന്നെ ആരാ വന്നത്? ഇവിടുത്തെ അജിത്ത്, വൈക്കത്തെ അജിത്ത് വന്നു. അല്ല, അതൊക്കെ ഇതുവരെ പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു പ്രകടമായ ഒരു വ്യത്യാസം. അതായത് CPM-ൽ നിന്നും CPI-ൽ നിന്നും BJP-യിലേക്ക് വരാൻ ഒരുപാട് പേർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഒരു മടിയില്ല, ആ ഒരു തൊട്ടുകൂടായ്മയൊക്കെ പോയിരിക്കുന്നു. BJP അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണെന്നുള്ള ആ ഒരു പെർസെപ്ഷൻ മാറിയിരിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ വിജയിച്ചതിന് ശേഷം ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ BJP പൊതുവെ പറയാ, കേരളത്തിൽ BJP ഒരു 4-5 അല്ലെങ്കിൽ ഒരു 6-7 സീറ്റുകളൊക്കെ ഇത്തവണ ജയിക്കുകയാണെങ്കിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ്. കാരണം ഒരുപാട് പേർ BJP-ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ BJP ജയിക്കില്ല എന്നുള്ള ഒറ്റ ഫീൽ കൊണ്ട് മാത്രം അതാണ് ഈ വോട്ടിംഗ് പാറ്റേണിൽ വരുന്നൊരു മാറ്റം നമുക്ക് അതുകൊണ്ടാണ് കാണുന്നത്. കാരണം ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു വിശ്വസനീയത, ജയിക്കും എന്നൊരു തോന്നൽ വരുന്ന സമയത്ത് മാത്രമേ നല്ലൊരു ശതമാനം ആളുകൾ വോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ വളരെ ഹാർഡ്കോർ ആളുകൾ മാത്രമേ വോട്ട് ചെയ്യുന്നു. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിഷയം, CPM ഇപ്പൊ പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരണത്തെ നിയന്ത്രിക്കുക എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതേ സംഘടനകളെ ഇത്രകാലവും സപ്പോർട്ട് ചെയ്തിരുന്നു, അല്ല അവരുടെ സപ്പോർട്ട് വാങ്ങിയതും ജമാഅത്തെ ഇസ്ലാമിയെ വളർത്തി വലുതാക്കി ഈ ലെവലിൽ എത്തിച്ച CPM. അവർക്ക് മാന്യതര പരിവേഷം നൽകിയത് എല്ലാ അന്താരാഷ്ട്ര വിഷയങ്ങളിലും അവർ ഒരുമിച്ചാണ് നിന്നിരുന്നത്, അല്ലെ? അതെ, ഒരേ നിലപാടായി. പിന്നെ അത് ഇപ്പം നമ്മുടെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഭരണഘടനയുടെ 370 പിൻവലിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇവരൊക്കെ ഒരു സമാനമായ സ്വഭാവമാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും LDF UDF എന്ന് പറയുന്നു എന്നല്ലാതെ ഇവരുടെ പൊതുവായ ഒരു അല്ലെ, അവരുടെ ഒരു ചിന്താപരമായ പരിച്ഛേദം എടുത്തു നോക്കിയാൽ ഒരേ സാധനം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിൽ പലർക്കും വിയോജിപ്പുണ്ട് പാർട്ടിക്കകത്ത് തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് SDPക്കാരാണ്, അല്ലെങ്കിൽ NDF-കാരാണ്. പക്ഷെ അതേ അഭിമന്യുവിന്റെ വോട്ട് ഞാൻ വാങ്ങും എന്നുള്ള നിലപാട് തന്നെയാണ് ആർക്കുള്ളത്? SDPക്ക് കിട്ടുന്ന ഒരു വിസിബിലിറ്റി. അത് SDPയുടെ സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൾ ലത്തീഫ് എല്ലാ ദിവസവും മാധ്യമങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടുന്നു. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും, നിങ്ങളുടെ നിലപാട് എന്താ, നിങ്ങളെ അവർ പിന്തുണയ്ക്കോ അല്ലെങ്കിൽ അവർ നിങ്ങളെ പിന്തുണയ്ക്കോ, ഇത് മാത്രമാണ്. അതായത് SDPI പോലുള്ള നിരോധിത ഭീകര സംഘടനയെ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപത്തിന് ഇത്രയും വലിയ പ്രാധാന്യം കേരളത്തിൽ ലഭിക്കും. എന്നിട്ട് പറയും പ്രബുദ്ധ കേരളം. കേരളത്തിന്റെ പ്രത്യേകത അല്ലേ? ഇതാണ് കേരള മോഡൽ മതേതരം. അല്ല, കേരളത്തിന്റെ പ്രത്യേകത അതായത് ഇന്ത്യ രാജ്യത്ത് ബാൻ ചെയ്ത ഇന്റർനാഷണൽ ബന്ധത്തിന്റെ പേരിൽ, തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ ബാൻ ചെയ്ത സംഘടന ആ ഒരു ഔട്ട്ഫിറ്റ് വേറൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അതിന് ഒരു മാന്യത കിട്ടും. 2047 ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുത്ത ആൾക്കാരാണ്. അവരുടെ പൊളിറ്റിക്കൽ ഫോമാണ് ഇപ്പം കേരളത്തിൽ ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും SDPയെ ഞങ്ങൾ തള്ളി പറയുന്നു എന്ന് പറയാൻ തയ്യാറാണ്. ഇവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വോട്ട് വേണ്ട നിങ്ങൾ പറയുമെന്ന്. ഞങ്ങൾ വേണ്ട എന്ന് അവർ പറയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ വേണ്ട എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ബോള് കൈമാറും. ഇത് കോഴിക്കോട് സൗത്ത് ഇതിന്റെ ഒരു പ്രകടമായ ഒരു ദൃഷ്ടാന്തമാണ്. കാരണം 2 പാർട്ടികളും അല്ലെങ്കിൽ 2 മുന്നണികളും ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിർത്തുന്നു. അത്യാവശ്യം തീവ്രവാദികളാണ്. ഒരാൾ ജമാഅത്ത് ബന്ധമുള്ള ഒരാളാണ്, മറ്റേയാള് അത്യാവശ്യം തീവ്രവാദ ബന്ധമുള്ള ആളായിട്ടാണ് അറിയപ്പെട്ടത്. പിന്നെ തീരമേഖലയിലൊക്കെ ഇത്തരം സംഘടനകൾക്ക് നല്ല സ്വാധീനം. അപ്പം അതിനിടയിൽ BJPക്ക് ഒരുപക്ഷെ പറ്റും. കോഴിക്കോട് സൗത്ത് ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും അല്ലെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും. റെനീഷ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ ജയിക്കാനാണ് മത്സരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ വോട്ട് പിടിക്കും. ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ് തന്നെയായിരിക്കും.